ഇന്നത്തെ റെസിപ്പി നമ്മളുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ട് സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടുന്ന ചോറും അതേപോലെ തന്നെ ബാക്കി വരുന്ന ചേരുവകളും നമ്മളുടെയൊക്കെ വീടുകളിൽ, അതായത് സാധാരണക്കാരായ ഏതൊരാളുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മെനക്കേടൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഒരുക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും കൂടെ നോക്കാം. നമുക്ക് ഈ അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരളവിലുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ഈ ചോറ് ഇപ്പോൾ ഏകദേശം 1.5-2 കപ്പിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഏതരിയുടെ ചോറ് വെച്ചിട്ടും ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, കൂടുതലായിട്ട് അരിഞ്ഞ് കിട്ടലും ഉണ്ടാവില്ല നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് കൈ വിധത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ചോറൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും, കറിവേപ്പില അരിഞ്ഞതും, കുറച്ച് മല്ലിയില അരിഞ്ഞതും, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും, അതായത് ചെറിയ ജീരകം, ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരത്തിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ നൽകുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. 1/4 കപ്പ് അരിപ്പൊടിയും, അപ്പോൾ അരിപ്പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതും, നമുക്ക് ഈ സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, 1 ടേബിൾ സ്പൂൺ ഓയിലും, പിന്നെ ഈ ഓയിലിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരല്പം കായവും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൈ വിധത്തിലൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഒട്ടലുള്ള ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ അളവ് അരിപ്പൊടി ആണെങ്കിലും മൈദപ്പൊടി ആണെങ്കിലും കൂട്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ മൈദപ്പൊടി ആയാലും അരിപ്പൊടി ആയാലും നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് കൂടുതൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവൊന്ന് കൂട്ടിയിട്ട് എടുക്കുകയും ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇത് ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ നല്ലൊരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ 1/4 കപ്പ് അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്നും കൂടെ നോക്കാം. എന്നിട്ട് കയ്യിലേക്ക് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിൽ നിന്നും അല്പമായിട്ട് എടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അധികം കൂടുതൽ കട്ടിയിലൊന്നും ആക്കി എടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടാനായിട്ട് കുറഞ്ഞൊരു പാടായിരിക്കും. അതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് കനം കുറച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിൽ ഇതെല്ലാം തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ അല്പം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കോട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഈ സ്നാക്കിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിത് എത്ര സമയം വെച്ചിരുന്നാലും ഇതിൻ്റെ ക്രിസ്പിനെസ് അങ്ങനെ പോകുന്നില്ല, കുറേ സമയം തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഈ രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല. ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം അങ്ങോട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് മുങ്ങി കിടക്കാൻ പാകത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഈ ഒരു അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ച് താഴെ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്ക് റെസിപ്പീസ് ഇതിന് മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കാത്തവരാണെങ്കിൽ പ്ലീസ് അതും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
അപ്പോൾ അത് നമ്മളിവിടെ ഒരു ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഈ സ്നാക്ക് കൂടുതൽ ഓയിലി ആയിട്ടുള്ള സ്നാക്കൊന്നുമല്ല, കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കി നോക്കി രുചി അറിഞ്ഞാൽ നമുക്ക് പിന്നെ എന്നും ഇത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതുതായിട്ടാണെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.